ഹായ്. അപ്പോൾ മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ നിന്ന് 11 പേരാണ് ഇന്റേൺഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ 24 ദിവസത്തെ ഇന്റേൺഷിപ്പ് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് 24 ദിവസത്തെ ഇന്റേൺഷിപ്പിൽ അർച്ചന നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂടെ നിന്നിട്ട് വാച്ച് ചെയ്യും. ഞങ്ങൾ വരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ഒരാളല്ല നിങ്ങളെ വാച്ച് ചെയ്യാൻ. ക്ലാസ്സിലൊക്കെ അടിച്ചാൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇവിടെ 3 പേര് അറ്റ് എ ടൈം വാച്ച് ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും കൂടി ക്രോഡീകരിച്ചിട്ടാണ് പറയുക. അപ്പോൾ ഒരു ദിവസം പോലും ലീവാക്കിയിട്ടില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സലന്റ്, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. ഈ ഇന്റേൺഷിപ്പ് തുടങ്ങിയിട്ടേ ഒരു ദിവസം പോലും ലീവാക്കാതെ ഏറ്റവും കൂടുതൽ ദൂരത്ത് നിന്ന് വന്ന അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ് അഭിജിത്ത്. അടുത്തതായിട്ട് വിഷ്ണുവിനാണ് നമ്മള് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ വിഷ്ണു പറയണത് അത്യാവശ്യം നല്ല ലോങ് എന്നാണ് വരുന്നത്. പോരാത്തിന് സൈലന്റ് ആണ്, എല്ലാതും കാര്യങ്ങളെല്ലാതും ചെയ്യാൻ മുമ്പിലാണ്. 5 ദിനം വിളിക്കുന്നു. നന്നായി. കുറേ പ്രഡിക്റ്റ് ആയിട്ടാവും അല്ലേ ഓരോരുത്തരും. നിങ്ങളുടെ കോളേജിൽ നിന്ന് കുറേ പേര് പോയിട്ടുണ്ടാവില്ല ഇന്റേൺഷിപ്പിന്, കുറേ പോയിട്ടുണ്ടാവും. അപ്പം നമുക്കാണെങ്കിലും പല കോളേജിൽ നിന്നും കുട്ടികൾ വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇന്ന പോലെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ എന്താന്നുള്ളതും അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? ഞങ്ങളൊക്കെ ഫസ്റ്റത്തെ 1-2 ആഴ്ചയൊക്കെ ഭയങ്കര എന്തായിരുന്നു? ഒരാഴ്ചക്ക് പിന്നെ അടിപൊളിയായി. മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളൊക്കെ തന്നെ. നന്ദി എല്ലാവരോടും. അടിപൊളിയാണ്. ഞങ്ങളുടെ വൈബിന് പറ്റിയവരാണ്. ഫസ്റ്റൊക്കെ ഒരു ചടപ്പുണ്ടായിരുന്നു, ലാസ്റ്റൊക്കെ ആയപ്പോ അടിപൊളിയായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. കുറെ പഠിക്കാൻ പറ്റി. സനിത ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരാൻ നിന്നല്ല, എറണാകുളത്തേക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ഇട്ടാണ്. പിന്നെ മാമൻ പറഞ്ഞു ഫോഴ്സ് ചെയ്തിട്ടുണ്ടാക്കിയാണ്. കമ്മിയുടെ മാമൻ കമ്മിക്കാരായിരുന്നു. അങ്ങനെ വന്നാണ്. ഫസ്റ്റ് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ചയൊക്കെ വെറും വന്നാൽ മതി, വേണ്ടായിരുന്നായി. പിന്നെ അടിപൊളിയായിരുന്നു. കമ്പനി എല്ലാവരോടും, കമ്പനി ആവാത്തവർ കുറേ പേരുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ കമ്പനി അടിപൊളിയായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്, അടിപൊളിയാണ്. ലാസ്റ്റ് ഒരു വിഷമ പോവാൻ, ബാക്കിയൊക്കെ ഓക്കെ. അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ട് എല്ലാം പഠിക്കാൻ പറ്റി. ഡ്രോയിങ് ഒക്കെ, പിന്നെ സൈറ്റിലൊക്കെ പോയിട്ട് പഠിച്ചു. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും സ്ട്രിക്റ്റ് ആയിരിക്കുന്നു വിചാരിച്ചു, പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയി അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്തിനും 2 വാക്ക് പറയടാ. പറഞ്ഞു പൊതുവെ ഗൗതം അങ്ങനെയാണ്. പഠിക്കാൻ പറ്റി കുറെ കാര്യങ്ങള്. അതുപോലെ സ്റ്റാഫ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നേരെ അടിപൊളിയായിരുന്നു. 5 ദിവസം നേരെ പറയാം. 5 ദിനുള്ളൊരു നാടം. അല്ല, അവരൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇടയ്ക്കുള്ള ഊക്കലൊഴിച്ച് ഇവിടെ വരുമ്പോ നല്ല ചടപ്പായിരുന്നു. കാരണം ഇത്ര ലോങ് അല്ലേ. അപ്പൊ അവിടെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവരെ പെരുമാറ്റം എങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ കോളേജിലത്തെ മാതിരി ഭയങ്കര സ്ട്രിക്റ്റ് എല്ലാ കാര്യങ്ങളും അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഈ ലാസ്റ്റ് ടൈമിൽ പോവാൻ തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഭയങ്കര ഹാപ്പി. പറയും രണ്ടാളെ അഭിപ്രായം എന്ന് പറയോ? മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾ ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. ഓരോരുത്തരെ എടുത്തെടുത്ത് പറയണ മോശമല്ലേ. മൊത്തത്തിൽ അടിപൊളി. നീ ചേച്ചി അറിയും. പലരും പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം അല്ലേ.
നമ്മുടെ ഇതിലേക്ക് വരുന്ന കുട്ടികളും പല കാറ്റഗറിയിൽ പെട്ടവരാണ്. പഴയ കോളേജിൽ നിന്ന് വരുന്നവർ പല കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ വന്ന 11 പേര് വന്നാൽ നമ്മൾ ഫസ്റ്റ് ഒരാഴ്ച ഇതിനെ ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരെ ഏത് ഇതിൽ പെടുന്നുള്ളത് നോക്കിയിട്ട് വേണേൽ നമുക്ക് അവരിനോട് അങ്ങോട്ട് ആ ലെവലിൽ നിൽക്കണം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ലെവലിൽ മാക്സിമം അവരുടെ ലെവലിൽ തന്നെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് എന്തൊക്കെയാന്നുള്ളത് അറിയില്ല. എല്ലാവരും ഭാവിയിൽ നല്ല വലിയ എഞ്ചിനീയേഴ്സൊക്കെ ആയിട്ട് എന്താ പറയുക ബ്രൈറ്റ് ഫ്യൂച്ചർ ആവട്ടെ എല്ലാവർക്കും. എല്ലാവിധ ആശംസകളും. കണക്കേ മലബാർ പോളിത്തെ കുട്ടികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മള് ഇത്ര അധികം കുട്ടികളെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ അല്ലെ. കയറിപ്പോയ 6 കുട്ടികള് 7 കുട്ടികള് ഇവര് 11 കുട്ടികൾ വന്നിട്ടുണ്ട്. അറ്റ് എ ടൈം ഫുള്ളായിട്ട് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. പക്ഷെ ഞങ്ങൾ ഓലോട് സഹകരിച്ച കാര്യം ഓല് ഞങ്ങളോട് സഹകരിച്ചു. അതുകൊണ്ട് ഓക്കെ എല്ലാവർക്കും എല്ലാം വിശ്വസം അറിയിക്കുന്നു.